നമുക്കറിയാം, കാശ്മീരിലെ കൂട്ടക്കുരുതിക്ക് ശേഷം പാകിസ്ഥാൻ ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ വളരെ ശക്തമായ നിലപാട് ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ നിലപാടിനോട് ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരിക്കലും കാണാത്ത വിധത്തിലുള്ള ഒരു ഐക്യത്തോടു കൂടിയുള്ള പിന്തുണയാണ് പ്രധാനമന്ത്രിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ജനവികാരം പാകിസ്ഥാനെ ശക്തമായി നേരിടണം എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അടിയന്തരമായി എടുത്തിട്ടുള്ള ചില നടപടികളുടെ ഭാഗമായിട്ട് പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള മുഴുവൻ ആളുകളും ചികിത്സക്ക് വന്നവർ പോലും തിരിച്ചു പോകണമെന്നുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അത് വളരെ ദേശസ്നേഹ പ്രചോദിതമായിട്ടുള്ള തീരുമാനമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പാക് പൗരത്വമുള്ള ആളുകളോടൊക്കെ പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ടുള്ളത്. നൂറുകണക്കിന് ആളുകൾ ഇതിനകം തിരിച്ചുപോയ വാർത്തകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെയുള്ള ആളുകളൊക്കെ ഈ ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട് നിന്ന് പോകുന്നത്, കാരണം ഇവിടെ തന്നെ ജനിച്ച് അവിടെ ജോലി ചെയ്തൊക്കെ വന്ന ആൾക്കാരാണ്. അപ്പം അതിന് മാനുഷിക പരിഗണന നൽകേണ്ടതുണ്ടോ അതിനകത്ത്? ഈ വിഷയം കുറേ വർഷങ്ങളായി ഇന്ത്യയിൽ ചർച്ചയ്ക്കുള്ള വിഷയമാണ്. എൻ്റെ കണ്ണൂരിലും തലശ്ശേരിയിലും ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അതിൽ BJP ഗവൺമെൻറ് വരുന്നതിന് മുമ്പും ഈ വിഷയം നമ്മുടെ ഗവൺമെൻറ്റുകൾക്ക് മുന്നിൽ വന്നതാണ്. അപ്പോൾ അതിൽ കുറേ ഭാഗങ്ങൾ പരിശോധിച്ച് കേന്ദ്ര ഗവൺമെൻറ് പരിഹരിച്ചിട്ടുണ്ട്. പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ആണ് നിങ്ങൾ ചോദിക്കുന്നത്. തീർച്ചയായും അത് സംബന്ധിച്ചുള്ള നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഓരോ വിഷയവും കൃത്യമായി പരിശോധിച്ചുകൊണ്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പം തലശ്ശേരിയിൽ ഈയിടെ 14 വർഷം മുമ്പ് വിവാഹം ചെയ്ത് വന്ന ഒരു പാകിസ്ഥാൻ പെൺകുട്ടിക്ക്, അതും കറാച്ചിയിലുള്ളൊരു പെൺകുട്ടിക്ക് ഇന്ത്യ ഗവൺമെൻറ് വിസ കൊടുത്തു. നമുക്കറിയാം, ഒരുപാട് വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാനിൽ നിന്ന് വന്നവർക്ക് പോലും നമ്മുടെ രാജ്യത്ത് അതിൻ്റെ സാങ്കേതിക കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വിസ കൊടുക്കുന്ന സമീപനങ്ങളുണ്ട്. നിങ്ങൾ ഈ പ്രത്യേകം ചോദിക്കുന്ന വിഷയത്തെക്കുറിച്ച് എനിക്ക് അത്ര വ്യക്തതയില്ല. തീർച്ചയായും നമുക്കറിയാലോ, വിസയുമായി സംബന്ധിച്ചുള്ള ഒരുപാട് നൂലാമാലകളുണ്ട്. അതൊക്കെ പരിശോധിച്ച് മാത്രമേ തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ.